രാവിലെ 10 മണിയോടെ എത്തിയ വൻ പോലീസ് സംഘമാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. അറസ്റ്റ് ചെയ്തവരിൽ വൈദികരും കന്യാസ്ത്രീകളും 6 മാസമായ കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. IOC അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു പോലീസിന്റെ നടപടി. എന്നാൽ പ്ലാന്റ് നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ തടയാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഈ കുടിലും ഈ പ്ലാന്റും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. നിയമം അനുസരിച്ച് 200 മീറ്റർ അകലെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് 50 മീറ്റർ വീതി നീളം പോലും ഇല്ല പ്ലാന്റും വീടുകളും തമ്മിൽ. പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പ്രതിഷേധവും നിയമ നടപടിയും അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് പ്രതിഷേധ സമരം ആരംഭിക്കുന്നത്. കടൽ തീരത്ത് നിന്ന് 200 മീറ്റർ അകലെ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നാണ് CRZ നിയമം പറയുന്നത്. പിന്നെ എങ്ങനെയാണ് IOCക്ക് കടൽ തീരത്തോട് ഇത്ര ചേർന്ന് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. 15,450 ടൺ പാചകവാതകം സംഭരിക്കാൻ കഴിയുന്ന പ്ലാന്റ് IOC പുതുവൈപ്പിനിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് 2008-ലാണ്. അന്നു മുതൽ ജനവാസ മേഖലയിൽ പാചകവാതക സംഭരണി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. IOC പ്ലാന്റിനെതിരെ കഴിഞ്ഞ 119 ദിവസമായി തുടർന്നു വന്നിരുന്ന സമരം പോലീസ് നടപടിയോടെ നാടകീയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കിയെങ്കിലും വരും ദിവസങ്ങളിലും പുതുവൈപ്പിൻ സമരവേദിയായി മാറും. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ആന്റണി ഗിറിഗിരിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.